ഇതിപ്പോ പണ്ടാര പറഞ്ഞെങ്കിൽ എണ്ണിച്ചുട്ട് അപ്പം പോലെ നോക്കുക. അതുപോലെയാണ് നമ്മളെ നെറ്റിന്റെ സ്ഥിതി. 1.5 GB അല്ലെങ്കിൽ 2 GB നെറ്റ് ഒരു ദിവസം കിട്ടുക. അത് വേഗം അങ്ങ് തീർന്നു പോകുന്നു. കുട്ടികളൊക്കെ കളിക്കുന്ന ഫോണാവട്ടെ ചോദിക്കാൻ വേണ്ട, എപ്പം തീർന്നു ചോദിച്ചാൽ മതി. ഇത് തീർന്ന് നമ്മൾ പൈസ കൊടുത്ത് വേറെ വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഫോൺ ഓഫ് ആക്കി ഇടാൻ വെക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് നെറ്റ് പെട്ടെന്ന് തീരാണ്ടിരിക്കുകയുള്ളൊരു വഴിയാട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങളെ നെറ്റ് തീർത്ത് ഞാനങ്ങ് തരാം, അല്ലെങ്കിൽ ദിവസം ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ നെറ്റാക്കി തരാമെന്നൊന്നല്ല പറയുന്നത്. ഞാനൊരു 4-5 വഴി പറഞ്ഞുതരാം. ഈ 4-5 കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഡബിൾ ടൈം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനാവും. അതെന്തൊക്കെയാണല്ലേ? ആദ്യം നിങ്ങൾ പോകേണ്ടത് നിങ്ങളെ വാട്സപ്പിലേക്കാണ്. വാട്സപ്പ് പോയിട്ട് മേലെ 3 കുത്തിയിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും, അതെടുക്കുക. അതെടുത്തിട്ട് ഏറ്റവും താഴെ ഭാഗത്ത് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഒരു സംഗതി ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ 4 കള്ളി ഉണ്ടാവും. 4 കള്ളികൾ, അതിൽ 4ലും ടിക്ക് മാർക്ക് ഉണ്ടാവും. അത് ടിക്ക് മാർക്ക് ഒഴിവാക്കി കളിയാതെ ഇങ്ങനെ ടിക്ക് മാർക്ക് ഉണ്ടാവും. ആ ടിക്ക് മാർക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതുപോലെ താഴത്തും കൂടി ചെയ്തേക്കട്ടോ. വെൻ കണക്റ്റഡ് വൈഫൈ അതും അതുപോലെ തന്നെ ചെയ്തേക്ക്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഒരുപാട് ചാറ്റുകൾ ഉണ്ടാവും. ഇതിൽ കൂടെ എല്ലാം ഒരുപാട് ഫയലുകൾ, ഫോട്ടോ, വീഡിയോ, അത് ഇത് ചവറ് എല്ലാം വരുമെന്ന്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ആവും. ഇങ്ങനെ ഡൗൺലോഡ് ആകുന്നേരം നമ്മളെ നെറ്റ് പെട്ടെന്ന് തീരും. അത് തന്നെയല്ല, ഫോണിൻ്റെ സ്റ്റോറേജും ഫുള്ളാവും. ഇത് തടുക്കാൻ ഇതാവും. അപ്പം ഒരുപാട് നെറ്റ് നമുക്ക് ഇതിൽ കൂടെ സേവ് ചെയ്യാനാവും. ഇനി രണ്ടാമത് നിങ്ങൾ പോകേണ്ടത് നിങ്ങളെ ഫോണിൻ്റെ പ്ലേ സ്റ്റോറിലേക്കാട്ടോ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്ത് ചെയ്യുക, മേലെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താഴെ ഭാഗത്ത് പോയാൽ സെറ്റിങ്സ് ഉണ്ടാവും. ഈ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസസ് ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫോൺ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള ഇതിലേക്ക് മാറ്റി കൊടുക്കുക. അതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാകില്ലേ, ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റുകൾ വരും. ഓരോന്നും 50 MB 100 MB ഒക്കെ ഉണ്ടാവും. ഇതിങ്ങനെ ഓട്ടോ അപ്ഡേറ്റ് ആകുന്നേരം നമ്മളെ നെറ്റ് അതിലേക്ക് പോവും. അത് നെറ്റ് തീരാനുള്ള ഒരു കാരണമാണ്. അതൊന്ന് ഒഴിവാക്കുക. അപ്പം ഇത് ഇതിലേക്ക് മാറ്റി കൊടുക്കുക. അടുത്തത് പ്ലേ സ്റ്റോറിൽ തന്നെ ഒന്ന് ബാക്ക് വന്നാൽ ഇവിടെ ഓട്ടോ പ്ലേ വീഡിയോസ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് ഡോണ്ട് ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ള ലാസ്റ്റിലത്തെ അതിലേക്ക് മാറ്റിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആടെ നീല കുത്ത് വരും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അങ്ങനെ ആ നേരം പ്ലേ സ്റ്റോറിലൊക്കെ ഉള്ള വീഡിയോകൾ, ഡെമോ വീഡിയോകളൊക്കെ ഉണ്ടാവും, പ്രിവ്യൂ വീഡിയോകളൊക്കെ ഉണ്ടാവും. ഇത് ഓട്ടോ പ്ലേ ആവുന്നത് നമുക്ക് തടുക്കാനാവും. അങ്ങനെ വീഡിയോ ഓട്ടോ പ്ലേ ആകുന്നത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നെറ്റ് അതിൽ നിന്ന് സേവ് ചെയ്യാനാവും. ഇനി അടുത്ത് നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ ഫോണിലുള്ള ഫേസ്ബുക്കിലേക്ക് കേട്ടോ. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സിൻ്റെ മെനു ഭാഗത്തേക്ക് പോയാൽ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി ഉണ്ടാവും, അവിടത്തേക്ക് പോവുക. സെറ്റിങ്സ് ആൻഡ് പ്രൈവസി, ഇതിൽ കുറച്ച് താഴെ ഭാഗത്തായിട്ട് മൊബൈൽ ഡാറ്റ യൂസേജ് ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓട്ടോ പ്ലേ വീഡിയോ എന്നുള്ളത് നെവർ ഓട്ടോ പ്ലേ വീഡിയോസ് എന്നാക്കി കൊടുക്കുക. നിങ്ങൾ മൊബൈൽ നെറ്റാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, വൈഫൈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓൺ വൈഫൈ ഓൺലി എന്നുള്ളതിലേക്ക് മാറ്റി കൊടുക്കുക. രണ്ടും കൂടിയുള്ള മേലത്തെ ഓപ്ഷൻ ഒഴിവാക്കിയെടുക്കുക. അതായത് നമ്മളെ മൊബൈൽ ഡാറ്റയിൽ വീഡിയോ ഓട്ടോ പ്ലേ ആകുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ഫേസ്ബുക്ക് തുറക്കുന്ന നേരം നിങ്ങൾക്ക് കാണാം ഓരോ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യാണ്ട് തന്നെ പ്ലേ ആകുന്നത്. അത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നെറ്റ് അവിടെ സേവ് ചെയ്യാനാവും. നാലാമത് നിങ്ങൾ പോകേണ്ടത് നിങ്ങളെ ഫോണിലെ യൂട്യൂബിലേക്കാണ്. യൂട്യൂബ് പോയിട്ട് പ്രൊഫൈൽ ഭാഗത്തേക്ക് പോയി മേലൊരു ഗിയർ ഐക്കണുണ്ട് സെറ്റിങ്സ്. ആ സെറ്റിങ്സ് എടുത്ത് കുറച്ച് താഴെ ഭാഗത്തേക്ക് പോയാൽ ഇവിടെ പ്ലേ ബാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്നുള്ള ഇത് ഓണിലുണ്ടാവും, അത് ഓഫ് ആക്കിയിട്ടേക്കുക. അങ്ങനെ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോ ആവും, അത് പ്ലേ ആകുന്നത് നമുക്ക് തടുക്കാനാവും. നമ്മളെ നെറ്റ് കുറച്ച് സേവ് ചെയ്യാനാവും. അത് മാത്രം ചെയ്താൽ പോരാ, ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ജനറൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ജനറൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ബാക്ക് ആൻഡ് ഫീഡ് എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇത് ഓഫിലേക്ക് കൊടുക്കുക. നമ്മൾ യൂട്യൂബ് തുറന്നിങ്ങനെ നിൽക്കുന്നതിനനുസരിച്ച് ഓരോ വീഡിയോയും ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്നുണ്ടാവും. ആ പ്ലേ ആകുന്നത് ഒഴിവാക്കാനാണ് ഇത് ഓഫാക്കിയിരുന്നത്. ഇത് ഓഫിലേക്ക് മാറ്റി കൊടുക്കുക. അഞ്ചാമത്തെ നിങ്ങൾ പോകേണ്ടത് നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് കേട്ടോ. ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോയിട്ട് അവിടെ ആപ്സ്, ആപ്ലിക്കേഷൻ മാനേജർ, ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫോണിലുണ്ടാവും. ഇതിൽ ആപ്സ് എന്നുള്ള ഈ ആപ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഓൾ ആപ്സ് കൊടുത്തിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാത്ത എന്നാൽ ഒരുപാട് ഡാറ്റ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഫോണിലുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട്. അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ കോളിംഗ് ആപ്പ്, മെസ്സേജിങ് ആപ്പ്, അങ്ങനത്തെ ആപ്പിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ആവശ്യമാണ്.
എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ ആവശ്യമില്ലാത്ത നിങ്ങൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ ബജാജിൻ്റെ ഒരു ആപ്പിലുണ്ട്, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൽ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ എന്നുള്ളൊരു ഭാഗം ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നുള്ള ഈ ഭാഗം ഓഫാക്കിയിട്ടേക്കുക. അതായത് നിങ്ങൾ ഉപയോഗിക്കാത്ത, വല്ലപ്പോഴും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫാക്കിയിടുക. ഈ ആപ്ലിക്കേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് നല്ലോണം നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നെറ്റ് അത് കൂടെ സേവ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഡാറ്റനെ കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ റിക്കവർ ചെയ്തെടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനാവും. സംഭവം തീർന്നിക്കോ. ഈ 5 കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഡാറ്റകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാനാവും. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റിൻ്റെ സമയം നിങ്ങൾക്ക് ഡബിൾ ടൈമിൽ മാറ്റാനാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിഞ്ഞിക്കോ. തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരമാണെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്ക് അങ്ങോട്ടേക്ക് നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ടേ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.